Morning, sir, and welcome to the show. Morning, Anila. Morning, viewers. Yes. സർ ഇന്നലത്തെ ഒരു US മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴേക്കും ഇന്നലെ ഫെഡിന്റെ തീരുമാനങ്ങൾ എത്തിയിരുന്നു. അപ്രതീക്ഷിതമായിട്ടൊരു തൽസ്ഥിതി തുടരുന്ന ഒരു നിലപാടിലേക്കാണ് ഫെഡ് പോയിരിക്കുന്നത്. അതിനോട് മാത്രമല്ല ഹോക്കിഷ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു കമന്റ്സ് ആണ് ജെറോം പൗളിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വിപണിയിൽ അതിന്റെ ഒരു നെഗറ്റീവ് റിഫ്ലക്ഷൻ കാണാൻ സാധിച്ചിരുന്നു. പ്രധാനപ്പെട്ട സൂചികളിലൊക്കെ ഒരു നെഗറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ഒന്നും പറയാൻ സാധിക്കില്ല. ഒരു നേരിയ തോതിലുള്ള സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. അമേരിക്കൻ സൂചികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് ഫെഡറൽ റിസർവിന്റെ ആ ഒരു സ്റ്റാൻസില് സർപ്രൈസസ് ഒന്നും തന്നെ ഇല്ല. കാര്യം നമ്മൾ ഇതിന് മുൻപുള്ള FOMC മീറ്റിംഗിന്റെ മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ജെറോം പൗൽ അന്ന് തന്നെ നമുക്ക് സൂചിപ്പിച്ചിരുന്നത് 2025 നമുക്ക് വീണ്ടും 2 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും കൂടെ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അത് അവർ ആ സമയത്തുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ഇക്കോണമിയെ സ്റ്റഡി ചെയ്തിട്ട് മാത്രമായിരിക്കും തീരുമാനം എടുക്കുക എന്ന് തന്നെയായിരുന്നു നമുക്ക് സൂചന നൽകിയിരുന്നത്. ഇന്നലെ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിലും അതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിലും ഒക്കെ കണ്ടിരിക്കുന്നു ഇറ്റ് ഈസ് നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. ഞാൻ ഇന്നലെ ഇതേ ഫോർത്തിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന് നിലവിലുള്ള ഓൾ ടൈം ഹൈ നവംബർ 29 ആയിരുന്നു 45,071 പോയിന്റ്. മെഞ്ഞാമത്തെ ട്രേഡിംഗിൽ ഏകദേശം അതേ ലെവലിലോട്ടായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് വന്നിരിക്കുന്നത്. സോ ഇത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പാറ്റേൺ പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഡബിൾ ടോപ്പ് എന്ന് പറയും. സോ നാച്ചുറലി ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കത്തില്ല. നമ്മളൊരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ആ പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നും നാളെയൊക്കെ തുടരുന്നുണ്ടെങ്കിൽ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ മേജർ സപ്പോർട്ട് 43,600 പോയിന്റിലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ ലിറ്റിൽ മോർ പ്രോബ്ലംസ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും നമുക്കറിയാം 2-3 സെഷൻസിന് മുൻപ് NVIDIA കനത്ത ഒരു സെല്ലിംഗ് പ്രഷർ വന്നിരുന്നു. സോ നാസ്ഡാക്ക് ഇൻഡെക്സിൽ നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് വീണ്ടും വരുന്നുവെങ്കിൽ 21,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നാസ്ഡാക്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം ക്രൂഡിലേക്ക് കൂടി വരികയാണ്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ WTI ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 0.5% ഇടിവിൽ $72.6 എന്നൊരു നിലയിലാണ് WTI ക്രൂഡിന്റെ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെന്റിന്റെ ക്രൂഡ് ആണെങ്കിലും ശരി സമാനമായ തലത്തിൽ ഏകദേശം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. $75.465 എന്നൊരു നിലയിലാണ് ബ്രെന്റ് ക്രൂഡ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞിപ്പോ ഓൾമോസ്റ്റ് 8-9 സെഷനായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 71.80 ഇതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് WTI ക്രൂഡിന്റെ സപ്പോർട്ട് ഏരിയ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ്. നമുക്ക് ഇന്നത്തെ ട്രേഡിൽ ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ WTI ക്രൂഡ് $74.75 മുകളിൽ ക്ലോസ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $3 നേട്ടം ക്രൂഡിൽ പ്രതീക്ഷിക്കാം. ഗോൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് ഇന്നലെ ഫെഡിന്റെ തീരുമാനങ്ങൾ വന്നതിന് പിന്നാലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ലേറ്റ് നൈറ്റ് അവേഴ്സിലെ ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു നിലനിന്നത്. എന്നാൽ ഫെഡിന്റെ ഒരു തീരുമാനങ്ങൾക്ക് ശേഷം വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബൈയിങ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു ഫ്ലാറ്റിഷ് ടോണിൽ $2,759 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഫെഡിന്റെ ഒരു തീരുമാനത്തിന്റെ സാഹചര്യത്തിൽ ഗോൾഡിന്റെ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ടേക്ക് എന്താണ്? അല്ല, ഞാൻ സ്വർണത്തിന് ഫെഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. നമ്മൾ സ്വർണം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5-8 മാസമായിട്ട് അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിരുന്നു. ആൻഡ് ആ ഒരു അണ്ടർടോണിൽ ഒരു മാറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു മൂവ്മെന്റ് ഒന്നും തന്നെ സ്വർണത്തിൽ കാണാനും സാധിക്കുന്നില്ല. സ്വർണത്തിൽ നമ്മളിപ്പോ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സ്വർണത്തിന്റെ ഓൾ ടൈം ഹൈ ലെവൽ $2,801. അത് വളരെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയി തന്നെ നിലനിൽക്കുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു $20 നേട്ടം സ്വർണത്തിന്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ആഭ്യന്തര വിപണിയിൽ ഇന്നലെ പൊതുവെ ഒരു പോസിറ്റീവ് മൊമെന്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. വോളറ്റൈൽ ആയിരുന്നു എങ്കിൽ പോലും ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിർത്താനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 0.9% നേട്ടത്തിൽ 23,163.1 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വീക്കിലെ ഏറ്റവും ശക്തമായിട്ടൊരു ക്ലോസിംഗിലേക്കായിരുന്നു നിഫ്റ്റി 50 എത്തിയിട്ടുണ്ടായിരുന്നത്. ഡേ ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വളരെ ബേറിഷായി തന്നെ തുടരുന്നു. നമുക്ക് കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റും ഇന്നലെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചില്ല. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി വെറും ഒരു ഷോർട്ട് കവറിംഗ് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വരുന്ന സെഷൻസിൽ എസ്പെഷ്യലി ബഡ്ജറ്റ് അടുക്കുന്നതിനെ തുടർന്ന് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇന്നും നാളെയൊക്കെ മാർക്കറ്റിൽ ഒരു റിക്കവറി തുടരുന്നുണ്ടെങ്കിൽ 23,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കാം നമ്മൾ നിഫ്റ്റി 50യിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പ്രേക്ഷകർ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മുടെ ജനുവരി മാസം ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിന്റെ എക്സ്പയറി ഡേറ്റും കൂടെ ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് നിഫ്റ്റി 50നെ അപേക്ഷിച്ച് അല്പം അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു നിഫ്റ്റി ബാങ്ക്. കൂടുതലായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 49,165.95 എന്നൊരു നിലയിലാണ്. ഏകദേശം 0.5% ഒരു നേട്ടം നിലനിർത്താനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 49,650. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 51,300 പോയിന്റിലെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരും. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിൽ തന്നെയും ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂക്കോ ബാങ്ക് അടക്കം പല ഓഹരികളിലും ഒരുപക്ഷെ ഹെവി വെയ്റ്റ്സിനേക്കാളും ഒരല്പം കൂടി റിസ്ക് കുറഞ്ഞ രീതിയിൽ നിക്ഷേപം നടത്താൻ ഒരു സാഹചര്യം എന്ന് താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ബാങ്കിലേക്ക് എത്തുമ്പോൾ ഇന്നലെ ഏകദേശം 6% നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വളരെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനൊക്കെ പരിശോധിക്കും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്ത്യൻ ബാങ്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 565 രൂപയും അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 580 രൂപയിലും ആയിരിക്കും. 580ന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ഒപ്പം റെയിൽവേ ഓഹരികളുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം ഇന്നലെ റെയിൽവേ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്കും ജുപ്പിറ്റർ വാഗൺസ് ഒഴിച്ച് മറ്റ് പ്രധാനപ്പെട്ടിട്ടുള്ള റെയിൽവേ ഓഹരികളിലൊക്കെ ഒരു പോസിറ്റീവ് ടോണും വളരെ ശക്തമായിട്ടൊരു ക്ലോസിംഗ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബജറ്റ് അടുത്ത് വരികയാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണെങ്കിലും റെയിൽവേ ബജറ്റിലാണെങ്കിലും വലിയ തോതിലുള്ള അലോക്കേഷൻ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റെയിൽവേ ഓഹരികളിലുള്ള തങ്ങളൊരു ഓവറോൾ വ്യൂ ഏതാണ്? സ്പെസിഫിക് ആയിട്ട് താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റോക്സ് ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി റെയിൽവേ സ്റ്റോക്സിലൊക്കെ നമുക്ക് നിഫ്റ്റി 50യുടെ സെയിം പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് ഏത് റെയിൽവേ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നിലവിലുള്ള പ്രിവെയിലിംഗ് ട്രെൻഡ് വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് റെയിൽവേ ഓഹരിയിൽ നമ്മളൊരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ ഇന്നലെയൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വെറും ഷോർട്ട് കവറിംഗ് ആയിട്ടേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ബട്ട് നമ്മൾ എക്സ്ട്രാ റിസ്ക് എടുക്കാനും ബഡ്ജറ്റില് അലൊക്കേഷൻ വരുമെന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഇസ് എ വെരി റിസ്കി സ്ട്രാറ്റജി. ബട്ട് ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് റെയിൽ ടെല്ലിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കാവുന്ന റെസിസ്റ്റൻസ് 420 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 440. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. റെയിൽ വികാസിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് വീണ്ടും 440 അതിനുശേഷം 470 രൂപയിലും ആയിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ again we will see lot of buying interest in RVNL also.
ഇർക്കോണിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇർക്കോണിന്റെ കേസിൽ അണ്ടർടോൺ എഗെയിൻ ബെയറിഷായി തുടരുന്നു. ഇർക്കോണിന് ഒത്തിരി റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. 220, 230, 245 ഈ 3 റെസിസ്റ്റൻസസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചാലേ ബുള്ളിഷ് അണ്ടർടോണിലോട്ട് മാറാൻ പോകുന്നുള്ളൂ. IRFCയുടെ കേസ് എടുക്കുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് 160, അതിനുശേഷം 170 രൂപയിലും ആൻഡ് ഫൈനലി IRCTC എടുക്കുമ്പോൾ IRCTC 800 രൂപ, 865 രൂപ, അതിനുശേഷം 920 രൂപ. ഈ 3 റെസിസ്റ്റൻസ് ആയിരിക്കും IRCTCയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ്, അതിനോടൊപ്പം തന്നെ മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 3.5% ഒരു നേട്ടം നൽകാനായിട്ട് സാധിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ കുറച്ചു ട്രേഡിംഗ് സെഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു ബൈയിങ് നടന്ന ദിവസം കൂടിയായിരുന്നു മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലത്തേതെന്ന് പറയുന്നത്. മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയായിരുന്നു. ആൻഡ് ഇന്നലത്തെ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ആ ഒരു കൺസോൾട്ടേഷൻ പൂർത്തിയായെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2220 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2275, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 2340. മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിലെ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. യെസ്, അതിനോടൊപ്പം തന്നെ നിരവധി പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. സുസ്ലോൺ ഇന്നലെ ഏകദേശം 4.99% നേട്ടത്തിൽ 52.7 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു അപ്പർ സർക്യൂട്ടിലേക്ക് ഓഹരി എത്തിയിട്ടുണ്ടായിരുന്നു. സുസ്ലോണുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം മുൻപ് റിസൾട്ട് വന്നപ്പോഴേക്കും വളരെ മികച്ച ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ആയിരുന്നു നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് സുസ്ലോൺ വളരെ ഓവർ സോൾഡ് ആയിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. സുസ്ലോണിന്റെ കേസിൽ 3 റെസിസ്റ്റൻസസ് ഫേസ് ചെയ്യുന്നത് ആദ്യത്തെ 55 രൂപ, അതിനുശേഷം 60 രൂപയും, അതിനുശേഷം 65 രൂപയും. 60ഉം 65ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ സുസ്ലോൺ ഒരു സേഫ് സോണിലോട്ട് എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം വിപ്രോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ടൊരു ക്ലോസിംഗ് നടത്താനായിട്ട് ഇന്നലെ വിപ്രോയുടെ സ്റ്റോക്സിന് സാധിച്ചിരുന്നു. 2.92% ആ ഒരു നേട്ടത്തിലാണ് വിപ്രോ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിപ്രോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിപ്രോയുടെ കേസിൽ അൺലൈക്ക് മറ്റ് മേജർ IT സ്റ്റോക്സിനെ അപേക്ഷിച്ച് വളരെ സ്ട്രോങ് ഒരു അണ്ടർടോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിപ്രോയുടെ കേസിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 300 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 320, അതിനുശേഷം 330, അതിനുശേഷം 342. BELുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിൽ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ പോസിറ്റീവ് ടോണിലായിരുന്നു. ഏകദേശം 3.5% നേട്ടം നൽകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഭാരത് ഇലക്ട്രോണിക്സിന് സാധിച്ചിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ ഇന്ന് നേരത്തെ റെയിൽവേ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ബഡ്ജറ്റിൽ ഒത്തിരി പ്രതീക്ഷയുള്ള മറ്റൊരു മേഖല ഡിഫൻസ് മേഖല. സോ ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ്, പരാസ ഡിഫൻസ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് വീണ്ടും ഷോർട്ട് കവറിങ്ങും അതുപോലെ തന്നെ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ്ങും കാണാൻ സാധിച്ചിരുന്നു. എങ്കിൽ പോലും ഈ സ്റ്റോക്സിലൊക്കെ അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുകയാണ്. നമ്മൾ ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 295, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 300 രൂപ. ഈ 2 റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അടുത്തതായിട്ട് കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ നമുക്ക് ഇന്നലെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്.
കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 365 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 394 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 420 ആയിരിക്കും. 420ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 460 അടുത്തതായിട്ട് റിലയൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു റിലയൻസ് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താ? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1200 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ ആസ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1200 തന്നെ ആയിരിക്കണം. നമുക്ക് വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ട്രേഡിംഗ് അവസരം നോക്കുകയാണെങ്കിൽ ഇന്നും നാളത്തെ ട്രേഡിലും നമ്മൾ 1250 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 1280 അതിനുശേഷം 1320 ആയിരിക്കും. ഒരു പ്രേക്ഷകൻ വിശാൽ മെഗാമാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വിപണിയിലേക്ക് എത്തിയിട്ട് അധിക നാളായിട്ടില്ല, ഏകദേശം ഒരു 2 മാസം മാത്രമാണ് സ്ട്രീറ്റിലേക്ക് എത്തിയിട്ട് ആകുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഒരു കുറച്ച് ട്രേഡിംഗ് സെഷൻസിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് ക്ലോസിംഗ് നടത്താനായിട്ട് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ വിശാൽ മെഗാമാർട്ടിന്റെ ഓഹരികൾക്ക് സാധിച്ചിരുന്നു. നേട്ടം 3.87%. വിശാൽ മെഗാമാർട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അനില പറഞ്ഞതുപോലെ വിശാൽ മെഗാമാർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒത്തിരി വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 96 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 115 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഹാവൽസ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഹാവൽസ് ഇന്ത്യയിലും ഇന്നലെ വളരെ ഹെവി ആയിട്ടൊരു ക്ലോസിംഗ് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 2.37% നേട്ടം നൽകിക്കൊണ്ടാണ് ഹാവൽസ് ഓഹരികൾ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഹാവൽസിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഹാവൽസിന്റെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഹാവൽസിന്റെ കേസിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 1640 അതിനുശേഷം 1685 ആയിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1810 ആയിരിക്കും. അടുത്തതായിട്ട് ഒരു പ്രേക്ഷകൻ ഹഡ്കോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹഡ്കോയിൽ താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഹഡ്കോയുടെ കേസിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് 2 സപ്പോർട്ട് ബേസസ് ഫോം ചെയ്തിരിക്കുക. ആദ്യത്തെ 190, അതിനുശേഷം 200 രൂപ. എനിക്ക് തോന്നുന്നില്ല ഈ 2 സപ്പോർട്ട് ബേസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 240 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 262 262ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ടൊരു പ്രേക്ഷകൻ ബ്ലൂ സ്റ്റാറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലൂ സ്റ്റാർ ഇന്നലെ 3.5%-ലധികം നേട്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബ്ലൂ സ്റ്റാറിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ബ്ലൂ സ്റ്റാറിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 1700 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നലെ കണ്ടിരിക്കുന്ന അപ്വേർഡ് മൂവ്മെന്റ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസസ് ആദ്യത്തെ 1920, അതിനുശേഷം 2000 രൂപയിലും ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ഐനോക്സ് വിൻഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഈ ഓഹരിയിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും 19%-ലധികം നേട്ടത്തിലാണ്, 161.5 എന്ന നിലയിൽ. ഐനോക്സ് വിൻഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഐനോക്സിന്റെ കേസിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് ഈ സ്റ്റോക്കിൽ നടന്നിരിക്കുന്നത്. 260 രൂപയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു 135 രൂപ വരെ ഇടിഞ്ഞിരുന്നു. അതായത് ഏകദേശം ഈ സ്റ്റോക്ക് ഒരു 50%-ന്റെ കറക്ഷനാണ് നൽകിയിരിക്കുന്നത്.
സോ ഇന്നലെ നടന്നിരിക്കുന്ന ആ റിക്കവറി അറ്റ് ദിസ് മൊമെന്റ് വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 190 190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നു. ഒരു പ്രേക്ഷക ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ഇന്നലെ 6.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫസ്റ്റ് സോഴ്സിന്റെ കേസിൽ നമുക്ക് ഈ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ നല്ലൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ആദ്യത്തെ 318 അതിനുശേഷം 298 ആയിരിക്കും. ഈ രണ്ട് സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. അടുത്തതായിട്ട് സീനിക് എക്സ്പോർട്ട് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. BSEയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഓഹരി ഇന്നലെ ഒരു ലോവർ സർക്യൂട്ടിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചധികം ട്രേഡിംഗ് സെഷൻസിലായിട്ട് ലോവർ സർക്യൂട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഇന്നലെ ഓഹരി 4.99% ഇടിവിൽ 656 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സീനിക് എക്സ്പോർട്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ സീനത്ത് എക്സ്പോർട്സ് കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ട്രേഡിംഗ് വോളിയം ഒട്ടുമില്ല. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് ഡിക്സൺ ടെക്നോളജീസിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്സൺ ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഡിക്സൺ ടെക്നോളജീസ് മാർക്കറ്റിനെ കഴിഞ്ഞ 1-1.5 വർഷത്തിനിടെ കണ്ടാണ് ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് ആയിരുന്നു ഡിക്സൺ. ബട്ട് നവംബർ മാസത്തിൽ ഏകദേശം 19,000 രൂപയ്ക്ക് അടുത്തൊരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ നമ്മൾ പൊസിഷൻസ് ഒക്കെ ഡൗൺ സൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഓവറോൾ മാർക്കറ്റിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഡിക്സന്റെ കേസിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 16,000 മുതൽ 17,000 രൂപ ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസസ് ഫേസ് ചെയ്യുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 13,500 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഉള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ ഇന്നലെ 3% നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു. ടാറ്റ മോട്ടോഴ്സിൽ കഴിഞ്ഞ ദിവസവും അതായത് അതിന് മുന്നത്തെ ദിവസവും ഒരു 2% മുകളിലുള്ളൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് ടൈമിലെങ്കിലും ഒരു ട്രെൻഡ് റിവേഴ്സ് ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ടാറ്റ മോട്ടോഴ്സ് 2 ദിവസം മുൻപ് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. വളരെ നല്ലൊരു റിസൾട്ട് അല്ലായിരുന്നു ടാറ്റ മോട്ടോഴ്സ് നൽകിയത്. ഇതിപ്പോ തുടർച്ചയായിട്ട് രണ്ടാമത്തെ പാതയിലും ആയിരുന്നു നമുക്ക് അത്ര നല്ലൊരു റിസൾട്ട് ടാറ്റ മോട്ടോഴ്സിന് കാണാൻ സാധിക്കാതെ വന്നത്. ബട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസം മുതൽ തന്നെ ഈ സ്റ്റോക്കിലെ ഹെവി സെല്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് സോൺസ് ആദ്യത്തെ 782 അതിനുശേഷം 810 ആയിരിക്കും. 810 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 100 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. യെസ്, ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനും ഒപ്പം തന്നെ മറ്റ് പ്രീമിയം ഷോസും ഒക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനും ഒപ്പം തന്നെ റെക്കോർഡ് സെഷൻസ് കാണാനുമായിട്ട് മൈഫിൻ TVയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിരവധി അനലിസ്റ്റുമാരുടെ ഒപ്പീനിയനും ഒപ്പം തന്നെ സെബി രജിസ്ട്രേഡ് അനലിസ്റ്റിൻ്റെ അടക്കം ഡിസ്കഷൻസ് നമ്മളുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും അതെല്ലാം കാണുക. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.